Chapter 12 Atoms Bohr Model of the Hydrogen Atom. Atoms എന്നുള്ള ചാപ്റ്ററിലെ നാലാമത്തെ സെക്ഷൻ ആയിട്ടുള്ള ബോർ മോഡൽ ഓഫ് ദ ഹൈഡ്രജൻ ആറ്റം ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാറ്ററിന്റെ ഏറ്റവും എലമെന്ററി ആയിട്ടുള്ള പാർട്ടിക്കിൾ ആണ് ആറ്റം. ആ ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ആറ്റം മോഡലുകൾ പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആറ്റം മോഡലാണ് ബോർ ആറ്റം മോഡൽ. 1913 നീൽസ് ഹെൻറിച്ച് ഡേവിഡ് ബോർ എന്ന ഡാനിഷ് ഫിസിസിസ്റ്റ് ആണ് ബോർ ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത്. റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻസും ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റുകളും എന്തെല്ലാമാണെന്ന് നോക്കാം. The first limitation of Rutherford atom model. According to classical electromagnetic theory, an accelerating charged particle emits radiation in the form of electromagnetic waves. The energy of an accelerating electron should therefore continuously decrease. The electron would spiral inward and eventually fall into the nucleus. Thus, such atom cannot be stable. Rutherford atom model അനുസരിച്ച് ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നു. എന്നാൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി അനുസരിച്ച് അക്സലറേറ്റിംഗ് ആയിട്ടുള്ള ഒരു ചാർജർ പാർട്ടിക്കിളിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതിൻ്റെ എനർജി അക്സലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് കണ്ടിന്യൂസ്ലി ഡിക്രീസ് ചെയ്യുകയും അവസാനം ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സംഭവിച്ചാൽ ആറ്റം നിലനിൽക്കുകയില്ല. The second limitation of Rutherford atom model. Further, according to the classical electromagnetic theory, the frequency of the electromagnetic waves emitted by the revolving electrons is equal to the frequency of revolution. As the electrons spiral inwards, their angular velocity and hence their frequency would change continuously, and so will be frequency of the light emitted. Thus, they would emit a continuous spectrum in contradiction to the line spectrum actually observed. ന്യൂക്ലിയസിന് ചുറ്റും റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യുന്ന ലൈറ്റ് ഒരു കണ്ടിന്യൂസ് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ലൈൻ സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് റൂദർഫോർഡ് ആറ്റം മോഡലിന്റെ രണ്ടാമത്തെ ലിമിറ്റേഷൻ. റൂദർഫോർഡിന്റെ ആറ്റം മോഡലിന്റെ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് നീൽസ് ഹെൻറിച്ച് ഡേവിഡ് ബോർ പ്രപ്പോസ് ചെയ്ത ബോർ ആറ്റം മോഡലിന്റെ പോസ്റ്റുലേറ്റുകളാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യ പോസ്റ്റുലേറ്റ് എന്താണെന്ന് നോക്കാം. An electron in an atom could revolve in certain stable orbits without the emission of radiant energy. ഒരു ആറ്റത്തിനകത്ത് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് certain stable ഓർബിറ്റിൽ മാത്രമാണ് റിവോൾവ് ചെയ്യുന്നത്. ആ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്ന സമയത്ത് അത് എനർജി ഒന്നും എമിറ്റ് ചെയ്യുന്നില്ല. The second postulate of Bohr atom model. This postulate states that the electron revolves around the nucleus only in those orbits for which the angular momentum is some integral multiple of h by 2 pi, where h is the Planck's constant. Thus, the angular momentum of the orbiting electron is quantized, that is L is equal to nh by 2 pi. ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് സർട്ടൻ സ്റ്റേബിൾ ഓർബിറ്റിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ബോർ ഫസ്റ്റ് പോസ്റ്റുലേറ്റിലൂടെ പറഞ്ഞു. എന്നാൽ ആ ഓർബിറ്റുകളുടെ പ്രത്യേകതയാണ് ബോർ സെക്കൻഡ് പോസ്റ്റുലേറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഓർബിറ്റുകളുടെ ആംഗുലർ മൊമെന്റം സം ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h by 2 pi ആയിരിക്കും, ദാറ്റ് ഈസ് L is equal to nh by 2 pi. അതിന് നമുക്ക് മനസ്സിലാക്കാം ആംഗുലർ മൊമെന്റം ഓഫ് ദ ഓർബിറ്റിംഗ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണെന്ന്. The third postulate of Bohr atom model. An electron might make a transition from one of its specified non-radiating orbits to another of lower energy. When it does so, a photon is emitted having energy equal to the energy difference between the initial and final states. The frequency of the emitted photon is then given by h nu is equal to ei minus ef. ബോറിന്റെ മൂന്നാമത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്ന കാര്യങ്ങൾ, ഒരു ഇലക്ട്രോൺ ഹയർ എനർജിയുള്ള ഒരു ഓർബിറ്റിൽ നിന്ന് ലോവർ എനർജിയുള്ള ഒരു ഓർബിറ്റിലേക്ക് ട്രാൻസിറ്റ് ചെയ്യുകയോ മാറുകയോ ചെയ്യുന്ന സമയത്ത് ഒരു ഫോട്ടോൺ എമിറ്റ് ചെയ്യുന്നു. ആ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് ആ ഹയർ എനർജിയുള്ള ഓർബിറ്റലിന്റെയും ലോവർ എനർജിയുള്ള ഓർബിറ്റലിലും ഉണ്ടാവുന്ന എനർജി ഡിഫറൻസിനോട് ഈക്വൽ ആയിരിക്കും.